മാസങ്ങൾക്കപ്പുറമുള്ള ഒരു ദിവസം സരസ്വതി അമ്മയുടെ ഒപ്പം സംസാരിക്കുകയായിരുന്നു വേണി. അടുത്തു തന്നെ അവളുടെ അമ്മയുമുണ്ട്. മൂവരെയും ഒരുമിച്ച് കണ്ടതും പാർത്തി അടുത്തേക്ക് ചെന്നു. ഇവൾക്ക് ഒരാലോചന വന്നിട്ടുണ്ട്, പെണ്ണ് കാണാൻ വരാൻ പറയട്ടെ. അവൻ്റെ വാക്കുകൾ കേട്ടതും വേണിയുടെ മുഖം വാടി. എന്നാൽ മറ്റു രണ്ടുപേരുടെയും മുഖം തെളിയുകയാണ് ചെയ്തത്. അവളെ സുരക്ഷിതമായ ഒരു കയ്യിൽ ഏൽപ്പിക്കുന്നത് തൻ്റെ ഉത്തരവാദിത്തമായാണ് സരസ്വതി അമ്മ കാണുന്നത് എങ്കിൽ തനിക്ക് എന്തെങ്കിലും സംഭവിക്കുന്നതിന് മുമ്പ് തന്നെ അവളുടെ വിവാഹം നടക്കണമെന്ന് അവളുടെ അമ്മയ്ക്കും ആഗ്രഹമുണ്ട്. ആരാ മോനെ പയ്യൻ? വേണിയുടെ അമ്മ ശബ്ദം താഴ്ത്തി ചോദിച്ചു. നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്ന പയ്യൻ തന്നെയാണ്, വരുൺ. അതോടെ സരസ്വതി അമ്മയുടെ മുഖം കൂടുതൽ തെളിഞ്ഞു. വരുണിൻ്റെ സ്വഭാവത്തെക്കുറിച്ചുള്ള മതിപ്പ് തന്നെയായിരുന്നു അതിന് കാരണം. വേണിയുടെ മുഖത്തുമുണ്ടായിരുന്നു ഒരു പുഞ്ചിരി. വർഷങ്ങളായി വരുണിൻ്റെ തനിക്ക് നേരെ നീളുന്ന നോട്ടം അവൾ കാണാൻ തുടങ്ങിയിട്ട് തിരികെ ഒരു നോട്ടം പോലും കൊടുക്കാൻ പേടിയായിരുന്നു. അഭയം തന്നവർക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന ഒന്നും ചെയ്യാൻ അവൾ ഒരുക്കമായിരുന്നില്ല. അവളുടെ മുഖത്തെ തെളിച്ചം കണ്ടതും അവൻ തിരിഞ്ഞു നടന്നു. അപ്പോൾ തന്നെയാണ് സരസ്വതി അമ്മ അവനെ പിന്നിൽ നിന്നും വിളിച്ചത്. ധനലക്ഷ്മിയുടെ കാര്യം കൂടി ഇതിൻ്റെ ഒപ്പം പരിഗണിക്കണം. ഇല്ലെങ്കിൽ അവളെ നിർത്തി നമ്മൾ ഇവൾക്ക് മാത്രം വിവാഹം നോക്കുന്നു എന്ന് പറഞ്ഞ് ശ്രീലത ആവശ്യമില്ലാത്ത പ്രശ്നം ഉണ്ടാക്കും. അവർ പറഞ്ഞപ്പോൾ അവൻ മെല്ലെ തലയാട്ടി. മുൻപായിരുന്നുവെങ്കിൽ ഇതിലൊന്നും ഇടപെടില്ലായിരുന്നു. എന്നാൽ രണ്ടു കൂട്ടുകാരന്മാരും അപ്പുറവും ഇപ്പുറവും തനിക്ക് പണി തന്നതുകൊണ്ടാണ് ഇതിനെല്ലാം തലവെക്കേണ്ടി വന്നത് എന്നവൻ ഓർത്തു. എങ്കിലും എപ്പോഴൊക്കെയോ വേണിയെ ഒരു അനുജത്തിയെപ്പോലെ തന്നെ കണ്ടിട്ടുണ്ട്. അവളുടെ നിഷ്കളങ്കമായ സ്വഭാവം തന്നെയാണ് അതിന് കാരണം. ദേ, നിന്റെ കൂട്ടുകാരന്മാർ വരുന്നു, ചിരിച്ചുകൊണ്ട് വരുൺ പറഞ്ഞതും പാർത്തി ആ ദിശയിലേക്ക് നോക്കി. വേറെ ആരുമല്ല, മഹേഷും സുനിയുമാണ്. രണ്ടും നല്ല പിടുത്തമാണ്. മാസങ്ങൾക്ക് മുമ്പ് വരെ ഇവന്മാരുടെ ഒപ്പം കൂടി താനും ഇതുപോലെ വെള്ളമടിച്ച് നടക്കുകയായിരുന്നു എന്നോർത്തപ്പോൾ അവന് നാണക്കേട് തോന്നി. അതവൻ്റെ മുഖഭാവത്തിൽ നിന്ന് തന്നെ വരുൺ തിരിച്ചറിയുകയും ചെയ്തു. എന്താ, നിനക്ക് പോകണോ അവരുടെ ഒപ്പം? വരുൺ കളിയാക്കി ചിരിച്ചതും പാർത്തി അവനെ നോക്കി കണ്ണുരുട്ടി. ഇപ്പോഴും നിന്റെ വിവാഹ കാര്യത്തിൽ തീരുമാനമൊന്നുമായിട്ടില്ല. അന്തിമ തീരുമാനം എൻ്റേതാണ് എന്ന് കൂട്ടിക്കോ. ആ വാക്കുകൾ കേട്ടതും വരുൺ ചതിക്കല്ലേ എന്ന അർത്ഥത്തിൽ അവനെ നോക്കി. ആ സമയം കൊണ്ട് തന്നെ രണ്ടുപേരും അവരുടെ അരികിലേക്ക് എത്തിയിരുന്നു. നീയൊക്കെ ഇപ്പോഴും ഇങ്ങനെ തന്നെ നടക്കുകയാണോ? വല്ല ജോലിക്കോ പോയി കുടുംബം നോക്കിക്കൂടെ? പാർത്തിയുടെ വാക്കുകൾ കേട്ടതും രണ്ടുപേരും മുഖാമുഖം നോക്കി. അവനെ എന്തെങ്കിലും പറഞ്ഞ് തിരിച്ച് തങ്ങളുടെ ഒപ്പം കൂട്ടാമെന്നായിരുന്നു ഇരുവരുടെയും ധാരണ. അപ്പോഴാണ് അവൻ്റെ ഉപദേശം. നാളെ രാവിലെ തന്നെ നിങ്ങൾ രണ്ടുപേരും ഞങ്ങളുടെ കൺസ്ട്രക്ഷൻ കമ്പനിയിൽ എത്തിക്കൊള്ളണം. നിങ്ങളുടെ ജോലിയുടെ കാര്യം ഞാൻ അവിടെ വിളിച്ചു പറഞ്ഞേക്കാം. എത്തിയില്ല എന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ വീട്ടിൽ വന്ന് ഞാൻ പൊക്കും. ഗൗരവത്തോടെയുള്ള അവൻ്റെ വാക്കുകൾ കേട്ടതും ഇരുവരും വേലിയിരുന്ന പാമ്പിനെ എടുത്ത് തോളിൽ വെച്ച അവസ്ഥയിലായി. ജോലിക്ക് പോകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നുവെങ്കിലും അവൻ്റെ മുന്നിൽ തലയാട്ടാനേ ഇരുവർക്കുമായുള്ളൂ. പണ്ടുമുതൽ അവന് അല്പം പേടിയുണ്ടല്ലോ. പിന്നെ അധിക നേരം അവിടെ നിൽക്കാതെ രണ്ടുപേരും അപ്പോൾ തന്നെ വലിഞ്ഞു. അപ്പോൾ കൂട്ടുകാരന്മാരോട് സ്നേഹമുണ്ട്, വരുൺ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു. പുറമേ ഇങ്ങനെയൊക്കെയാണ് എങ്കിലും പാവങ്ങളാണ്. അതുകൊണ്ട് തന്നെയല്ലേ നിന്നെ ആക്സിഡൻ്റ് ആക്കാൻ അവർ സഹായിച്ചത്. വരുണിന് അപ്പോഴും അവരോടുള്ള ദേഷ്യം മാറിയിരുന്നില്ല. പാർത്തിയെ അന്ന് തൻ്റെ കണ്ണിൽ പെട്ടില്ലായിരുന്നുവെങ്കിൽ ഇപ്പോഴും അവന് ഓർക്കാൻ വയ്യ. അത് ഇവന്മാർ കള്ളിൻ്റെ പുറത്ത് ചെയ്തതല്ലേ. തെറ്റ് ചെയ്ത ജയനോട് നമ്മൾ ക്ഷമിച്ചില്ലേ. രക്ഷപ്പെടണമെങ്കിൽ രക്ഷപ്പെടട്ടടോ. ഓരോന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന നേരമാണ് പ്രവീൺ അവിടേക്ക് വന്നത്. രണ്ടുപേരെയും ഒരുമിച്ച് കണ്ടതും പ്രവീൺ പരിഭവത്തോടെ മുഖം താഴ്ത്തി. അതിൻ്റെ കാരണം രണ്ടുപേർക്കും അറിയുകയും ചെയ്യാം. വരുണിൻ്റെ വിവാഹകാര്യത്തിൽ തീരുമാനമായി. തൻ്റെയും ധനലക്ഷ്മിയുടെയും കാര്യമൊന്നുമായില്ലല്ലോ എന്ന ചിന്തയാണ് അവന്. എൻ്റെ പൊന്നേ, ഇവൻ്റെ കാര്യത്തിൽ ഞാനൊരു തീരുമാനം എടുത്തത് ഇവൻ സ്നേഹിച്ചത് വേണിമോളെ ആയതുകൊണ്ട് മാത്രമാണ്. അതുപോലെയാണോ നിന്റെ കാര്യം? അവൻ്റെ ചോദ്യം കേട്ടതും പ്രവീൺ മുഖം വീർപ്പിച്ചു. എടാ, നിനക്കവളുടെ സ്വഭാവം അറിയില്ലേ? ആര് പറഞ്ഞാലും അവൾ കേൾക്കത്തില്ല. നിന്നെയാണെങ്കിൽ അവൾക്ക് കണ്ണിന് നേരെ കണ്ടുകൂടാ. ബലമായിട്ട് പിടിച്ചു കെട്ടിക്കാൻ പറ്റുമോ?
പാർത്തിയുടെ വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ പ്രവീണിനറിയാം അവൻ പറയുന്നതെല്ലാം വളരെ സത്യമായ കാര്യങ്ങളാണെന്ന്. പണ്ടുമുതലേ വാശിക്കാരിയാണ് ധനലക്ഷ്മി. അവളോട് തനിക്ക് പ്രണയമാണ് എന്ന് വളരെ വൈകിയാണ് താൻ തുറന്നു പറഞ്ഞത് എങ്കിൽ പോലും പാർത്തി വളരെ നേരത്തെ തന്നെ തിരിച്ചറിഞ്ഞിരുന്നു. തന്നെ കണ്ണിന് നേരെ കണ്ടുകൂടാത്തവളെ എങ്ങനെയാണ് ചൊൽപ്പടിക്ക് കൊണ്ടുവരിക എന്ന് എത്ര ആലോചിച്ചിട്ടും അവന് മനസ്സിലായില്ല. എന്തായാലും അച്ചമ്മയെക്കൊണ്ട് ഞാൻ അവൾക്ക് ക്ഷേത്രത്തിൽ ഒരാഴ്ചത്തെ വഴിപാട് പറഞ്ഞിട്ടുണ്ട്. അച്ചമ്മ പറഞ്ഞ അവൾ അനുസരിക്കും. ഒരാഴ്ച കൊണ്ട് എങ്ങനെയെങ്കിലും നീ അവളെ കറക്കിയെടുക്കാൻ നോക്ക്. ഇതിൽ കൂടുതലൊന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ല. ആ വാക്കുകൾ കേട്ടതും പ്രവീണിൻ്റെ മുഖം വിടർന്നു. തൻ്റെ മുന്നിൽ നിൽക്കുന്നത് തങ്ങളുടെ പഴയ ആ കൂട്ടുകാരനാണ് എന്നവന് തോന്നി. എന്നാലും വരുൺ ഈ ദരിദ്രവാസി പെണ്ണിനെ ചോദിച്ചല്ലോ എന്നാ. ചായ കുടിക്കാനിരിക്കുമ്പോൾ ശ്രീലത തൻ്റെ മകളെയും സഹോദരിയും നോക്കി ചോദിച്ചു. നീ എന്തെങ്കിലും അഭിപ്രായം പറയേ. ഒന്നും മിണ്ടാതെയിരിക്കുന്ന സഹോദരിയെ നോക്കി അവർ വീണ്ടും പറഞ്ഞു. ഞാൻ എന്താ ഇപ്പോൾ പറയേണ്ടത്? സദാസമയം ഇങ്ങനെ മറ്റുള്ളവരുടെ കുറ്റം പറഞ്ഞിരിക്കണോ? ഇതൊന്നും കാണാതെയും കേൾക്കാതെയും ഇരിക്കാൻ വേണ്ടിയാ ഞാൻ എൻ്റെ 2 മക്കളെയും ഹോസ്റ്റലിലേക്ക് മാറ്റിയത്. അവരുടെ വാക്കുകൾ കേട്ടതും ശ്രീലത ഒന്ന് ചിരികൊട്ടി. അല്ലെങ്കിലും ഇങ്ങനെ ഒരുപാട് നല്ല പിള്ള ചമയുന്നവരുടെ മനസ്സിലാണ് വിഷം. ഇവിടെ ഒരു പുണ്യവതി ഉണ്ടായിരുന്നല്ലോ. തൻ്റെ സഹോദരിയെ കളിയാക്കുന്നതിനൊപ്പം തന്നെ കമലയും ചേർത്ത് പറഞ്ഞതുകൊണ്ട് അവർ താടിയിൽ കൈ കൊടുത്തു. ഒന്ന് മിണ്ടാതെ ഇരിക്കമ്മ, ധനലക്ഷ്മി അവരുടെ ചെവിയിൽ മെല്ലെ പറഞ്ഞു. അന്ന് വീട്ടിൽ അരങ്ങേറിയ സംഭവങ്ങൾക്ക് ശേഷം ധനലക്ഷ്മി ഒരുപാട് മാറിപ്പോയി. തൻ്റെ അമ്മ പോലും തന്നെ അവിശ്വാസത്തോടെ നോക്കിയത് അവളുടെ ചങ്കിൽ തന്നെയാണ് തറച്ചത്. അതിനുശേഷം എല്ലാത്തിൽ നിന്നും ഉൾവലിഞ്ഞാണ് അവളുടെ നിൽപ്പ്. നീ വേഗം കുളിച്ച് അമ്പലത്തിലേക്ക് പോകാൻ നോക്കു കൊച്ചേ, ശ്രീലത പെട്ടെന്ന് തന്നെ പറഞ്ഞതും അവൾ വേഗം എഴുന്നേറ്റ് പോയി. വരുൺ വേണിയെ വിവാഹം ആലോചിച്ചു എന്നറിഞ്ഞതിന് ശേഷം വല്ലാത്ത ഒരു കുശുമ്പുണ്ട് അവർക്ക്. അത്യാവശ്യം സാമ്പത്തികവും നല്ല സ്വഭാവമുള്ള വരുണിനെ വേണിക്ക് കിട്ടുന്നതിൻ്റെ ദേഷ്യമാണ്. പണ്ട് തൊട്ടേ വേണിയെ ഇഷ്ടമല്ലാത്തതിനാൽ തന്നെ അവളെ എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് അവർ അവിടെ നിന്നും എഴുന്നേറ്റ് പോയി. സരസ്വതി അമ്മ പറഞ്ഞതനുസരിച്ച് ക്ഷേത്രത്തിലേക്ക് വന്നതാണ് ധനലക്ഷ്മി. പതിവിലും അധികം വഴിപാടുകളുണ്ട്. വഴിപാടുകൾക്കുള്ള രസീത്ത് എഴുതി ശ്രീകോവിലിന് മുന്നിൽ വെച്ചതിന് ശേഷം അവൾ കൈകൂപ്പി പ്രാർത്ഥിച്ചു. എന്താണ് പ്രാർത്ഥിക്കേണ്ടത് എന്നുപോലും അവൾക്ക് മനസ്സിലായില്ല. ഇത്രയും നാളും പ്രാർത്ഥിച്ചിരുന്നത് കണ്ണേട്ടനെ തനിക്ക് കിട്ടണം എന്ന് മാത്രമായിരുന്നു. എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു ആഗ്രഹം തന്നെ മനസ്സിലില്ല. അവൾക്ക് പുച്ഛം തോന്നി. കണ്ണേട്ടൻ ഒരച്ഛനാവാൻ പോവുകയാണ്. മന്ത്രയോടും അവളുടെ വയറ്റിലുള്ള കുഞ്ഞിനോടുമുള്ള കണ്ണേട്ടൻ്റെ ഇഷ്ടം നേരിട്ട് കണ്ട് തന്നെ തിരിച്ചറിഞ്ഞതാണ്. അങ്ങനെയുള്ളവൻ്റെ പിന്നാലെ നടക്കാൻ അവൾ വീണ്ടും ആഗ്രഹിച്ചില്ല. അല്പസമയം കൈകൂപ്പി നിന്നതിന് ശേഷം തിരിഞ്ഞു നടക്കുമ്പോഴാണ് അവൾ പ്രവീണിനെയും വരുണിനെയും കാണുന്നത്. അവനെ കണ്ടതും അവളൊന്ന് ചിറി കൂട്ടിക്കൊണ്ട് ചുറ്റിത്തൊഴാൻ തുടങ്ങി. നാളെ മുതൽ എന്നെ വിളിച്ചേക്കരുത്. അവളുടെ മുഖം കണ്ടിട്ട് നിനക്കടി കിട്ടുന്ന ലക്ഷണമുണ്ട്. വരുൺ ശബ്ദം താഴ്ത്തി പറഞ്ഞതും പ്രവീൺ അവനെ നോക്കി കണ്ണുകൂർപ്പിച്ചുകൊണ്ട് തൊഴാൻ തുടങ്ങി. നാട്ടിൽ ഇത്രയും പെൺപിള്ളാരുണ്ടായിട്ടും നിനക്ക് ഇവളെ മാത്രമേ കിട്ടിയുള്ളൂ? സദാസമയം ദേഷ്യവും പുച്ഛവും മാത്രം നിറഞ്ഞു നിൽക്കുന്ന ധനലക്ഷ്മിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ടുള്ള വരുണിൻ്റെ ചോദ്യം കേട്ടില്ല എന്ന് നടിച്ചുകൊണ്ടായിരുന്നു പ്രവീണിൻ്റെ നിൽപ്പ്. പ്രാർത്ഥിച്ച് ദൈവത്തെ ഇവിടെ നിന്ന് ഓടിക്കോ? സൗകര്യം പോലെ അവൾ അടുത്ത് കിട്ടിയപ്പോൾ പുരികമുയർത്തിക്കൊണ്ട് പ്രവീൺ ചോദിച്ചു. ദേഷ്യം കൊണ്ട് അവളുടെ മൂക്ക് ചുമക്കുകയും ചുണ്ട് കൂർക്കുകയും ചെയ്യുന്നത് അവൻ കൗതുകത്തോടെയാണ് നോക്കിക്കണ്ടത്. നിന്നോടാരാണ് ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്? വായി നോക്കി ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് അവൾ തിരിഞ്ഞു നടന്നപ്പോൾ വരുൺ അവനെ ഒന്ന് അടിമുടി നോക്കി. ഇങ്ങനെയാണോ നീ അവളെ വളച്ച് കുപ്പിയിലാക്കുന്നത്? ചുമ്മാതെയല്ല ഇത്രയും വർഷമായിട്ട് അവൾ നിന്നെ തിരിഞ്ഞു പോലും നോക്കാത്തത്. അവൻ്റെ കളിയാക്കൽ കേട്ടിട്ടും പ്രവീൺ ചിരിയോടെ തന്നെ നിന്നു. അവളുടെ ദേഷ്യപ്പെട്ട മുഖം കാണാനാണ് തനിക്ക് കൂടുതൽ ഇഷ്ടമെന്ന് അവൻ പറഞ്ഞില്ല. പറഞ്ഞാൽ വരുണിൻ്റെ വായിലിരിക്കുന്നത് മുഴുവൻ കേൾക്കേണ്ടി വരും എന്നവനറിയാം. ചുരിദാറിൻ്റെ ഷോൾ കൊണ്ട് വേണി മുഖത്തെ വിയർപ്പ് ഒപ്പിക്കൊണ്ട് മുഖമുയർത്തി നോക്കി. പുഞ്ചിരിയോടെ നിൽക്കുന്ന വരുണിനെ കണ്ടപ്പോൾ അവൾക്ക് കൂടുതൽ പരവേശമാണ് തോന്നിയത്. ഇതെന്താ ഇപ്പോൾ ഇങ്ങനെ നോക്കുന്നത് എന്നവൾ ചിന്തിച്ചു. അന്തം വിട്ട് നോക്കുന്നവളെ കണ്ടപ്പോൾ അവന് വീണ്ടും ചിരി വന്നു. പെണ്ണ് കാണാൻ വന്നപ്പോൾ ചെക്കനും പെണ്ണിനും എന്തെങ്കിലും മാറി നിന്ന് സംസാരിക്കാൻ വേണ്ടി പുറത്തേക്ക് വിട്ടതാണ് ഇരുവരെയും. മുഖത്തോട് മുഖം നോക്കി നിൽക്കുകയല്ലാതെ ഇരുവരും ഒരക്ഷരം പോലും സംസാരിച്ചിട്ടില്ല.
ഇടയ്ക്കിടയ്ക്ക് അവൾ ഒരു പരിഭ്രമത്തോടെ മുഖം മാറ്റിക്കളയും. അത് കാണുമ്പോൾ അവൻ കളിയാക്കുന്നത് പോലെ ഒന്ന് പുഞ്ചിരിക്കും. സംസാരിച്ചത് മതി, മോൾ അകത്തു പോയിക്കോ. വരുണിനെ കണ്ണുരുട്ടി നോക്കിക്കൊണ്ട് പാർത്തി പറഞ്ഞതും അവൻ്റെ നോട്ടം ദയനീയമായി. ഞാനൊന്നും സംസാരിച്ചില്ലടാ. അകത്തേക്ക് കയറിപ്പോകുന്നവളെ നോക്കി അവൻ പാർത്തിയുടെ ചെവിയിൽ പറഞ്ഞു. നീ ഇത്രയും നേരം പിന്നെ എന്തെടുക്കുകയായിരുന്നു ഇവിടെ? വിവാഹത്തിന് അവൾക്ക് സമ്മതമാണോ എന്ന് നേരിട്ട് ചോദിക്കാനല്ലേ നിന്നെ ഞാൻ പറഞ്ഞു വിട്ടത്? അവൾക്ക് സമ്മതം തന്നെയായിരിക്കും, വരുൺ ഉറപ്പോടെ പറഞ്ഞതും ഇരുവരും അകത്തേക്ക് നടന്നു. വേണിമോള് ഞങ്ങളുടെ സ്വന്തം കുട്ടി തന്നെയാണ്. അങ്ങനെയല്ല എന്നൊരു തോന്നൽ ഒരിക്കലും ഞങ്ങളുടെ ഉള്ളിലുണ്ടായിട്ടില്ല. കണ്ണടയുന്നതിന് മുമ്പ് അവളുടെ കല്യാണം കാണണം എന്നൊരാഗ്രഹമുണ്ട്. അതുകൊണ്ടുകൂടിയാണ് ഇത്ര വേഗത്തിൽ വിവാഹം കഴിപ്പിക്കാം എന്ന് തോന്നിയത്. പിന്നെ വരുണിനെ ഞങ്ങൾക്ക് നന്നായി അറിയാവുന്നത് തന്നെയാണല്ലോ. സരസ്വതി അമ്മ വേണിയോടുള്ള വാത്സല്യം കലർന്ന സ്വരത്തിൽ പറഞ്ഞു. അത് കേട്ടതും വേണിയുടെ കണ്ണുകളിൽ ഒരു കണ്ണുനീർ തിളക്കമുണ്ടായി. വിവാഹ നിശ്ചയമൊന്നും നടത്തി സമയം കളയണ്ട എന്ന് വീട്ടിൽ വെച്ച് തന്നെ അച്ഛനെയും അമ്മയെയും സമ്മതിപ്പിച്ചാണ് അവൻ കൊണ്ടുവന്നത്. പോകാൻ സമയം അവൻ ഒന്നുകൂടി തിരിഞ്ഞു വേണിയുടെ മുഖത്തേക്ക് നോക്കി. അവളുടെ ചുവന്ന മുഖം കണ്ടപ്പോൾ സന്തോഷത്തോടെ തന്നെ ഡോറ് തുറന്ന് കാറിലേക്ക് കയറിയിരിക്കുകയും ചെയ്തു. ഇത്ര പെട്ടെന്ന് ഒരു വിവാഹം വേണമായിരുന്നോ? വരുണും കൂട്ടുകാരും ഇറങ്ങിയതും ശ്രീലത തൻ്റെ അമ്മയെ നോക്കി ചോദിച്ചു. വേണിമോളുടെ വിവാഹകാര്യത്തിൽ നീ അഭിപ്രായം പറയേണ്ട ലതേ. അത് തീരുമാനിക്കാൻ ഇവിടെ ഞങ്ങളൊക്കെയുണ്ട്. സരസ്വതി അമ്മ അന്ത്യശാസനം പുറപ്പെടുവിച്ചുകൊണ്ട് അകത്തേക്ക് കയറിപ്പോയതും അവരും ശബ്ദം താഴ്ത്തി എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് തൻ്റെ മുറിയിലേക്ക് പോയി. അമ്മ എന്തിനാ വേണിയുടെ വിവാഹകാര്യത്തിൽ ആവശ്യമില്ലാതെ ഓരോന്ന് പറയുന്നത്? അവരുടെ പിന്നാലെ മുറിയിലേക്ക് ചെന്ന ധനലക്ഷ്മി ചോദിച്ചു. നീ പ്ലേറ്റ് മാറ്റിയെന്ന് കരുതി എനിക്കങ്ങനെ പെട്ടെന്ന് ഒന്നും മാറാൻ പറ്റില്ല. കുറച്ച് നാൾ മുമ്പ് വരെ അവളും നിനക്ക് ശത്രുപക്ഷത്തായിരുന്നല്ലോ. നീ നിൽക്കുമ്പോൾ അവളുടെ വിവാഹം നടത്തുന്നതിനോട് എനിക്കൊട്ടും യോജിപ്പില്ല. അത് ഞാൻ മനസ്സിൽ വയ്ക്കാതെ തുറന്നു പറഞ്ഞു, അത്ര തന്നെ. അവർ കൂസലില്ലാതെ പറഞ്ഞു. ഇങ്ങനെ ആവശ്യമില്ലാത്തത് അവിടെയും ഇവിടെയും പറയുന്നത് കൊണ്ടാണ് അമ്മയെ ആർക്കും കണ്ണിന് നേരെ കണ്ടുകൂടാത്തത്. പറഞ്ഞുകൊണ്ട് അവൾ വേഗം തന്നെ മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. അവളുടെ മാറ്റം അല്പം പോലും അംഗീകരിക്കാൻ പറ്റാതെ നിൽക്കുകയായിരുന്നു ശ്രീലത. വരുണിൻ്റെയും വേണിയുടെയും ജാതകങ്ങൾ ജ്യോത്സ്യൻ്റെ അടുത്ത് കൊണ്ടുപോയി ദിവസം കുറിച്ച് തിരികെ വരുന്നത് വരെ വരുണിൻ്റെ മനസ്സിൽ തീയായിരുന്നു. നാളുകൾ തമ്മിൽ ചേരുമെന്ന് നേരത്തെ അറിയാമായിരുന്നുവെങ്കിൽ പോലും എന്തെങ്കിലും കാരണവശാൽ അവളെ തനിക്ക് നഷ്ടപ്പെടുമോ എന്ന ഭയം ഉള്ളിലുണ്ടായിരുന്നു. അതേസമയം വിവാഹത്തിനുള്ള മുഹൂർത്തം കുറിച്ചു എന്നറിഞ്ഞപ്പോൾ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് വന്ന വേണിയുടെ പിന്നാലെ വന്നതാണ് അവളുടെ അമ്മ. നിനക്ക് ഈ വിവാഹത്തിന് എന്തെങ്കിലും എതിർപ്പുണ്ടോ മോളെ? എതിരൊന്നും പറയാതെ ഇരുന്നപ്പോൾ സമ്മതമായിരിക്കും എന്ന് കരുതിക്കൊണ്ടാണ് അമ്മ മോളോടൊന്നും ചോദിക്കാതെ ഇരുന്നത്. പിന്നെ നമ്മളെ ചേർത്ത് പിടിച്ചവർ ഒരു തീരുമാനമെടുക്കുമ്പോൾ എതിർത്ത് പറയുന്നത് നന്ദികേടാവില്ലേ? അല്പം പരിഭ്രമത്തോടെ ആയിരുന്നു അവരുടെ സംസാരം. മകളെ ഇഷ്ടമില്ലാത്ത വിവാഹത്തിന് നിർബന്ധിക്കുവാനും കഴിയില്ല, എന്നാൽ സരസ്വതി അമ്മയുടെ വാക്കിനെ എതിർക്കാനും കഴിയില്ല എന്നവസ്ഥ. അമ്മ എന്തൊക്കെയാണ് ഈ ചിന്തിച്ചു കൂട്ടിയത്? വരുണേട്ടനേക്കാൾ നല്ല ഒരാളെ എനിക്ക് ഈ ജന്മം കിട്ടുമോ? എൻ്റെ അവസ്ഥയെല്ലാം അറിഞ്ഞിട്ട് പോലും എന്നെ സ്നേഹിക്കാൻ മനസ്സ് കാണിച്ചതല്ലേ? സ്നേഹം എൻ്റെ പഠിത്തത്തെ ബാധിക്കും എന്ന് കരുതി എൻ്റെ അരികിലേക്ക് പോലും വരില്ലായിരുന്നു പാവം. അവളുടെ മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന പുഞ്ചിരി കണ്ടതും അവർക്ക് ആശ്വാസമായി. സത്യത്തിൽ അപ്പോഴാണ് അവർ ശ്വാസം പോലും നേരെ എടുത്തത് എന്ന് വേണമെങ്കിൽ പറയാം. പുഞ്ചിരിയോടെ അവർ മുറിയിൽ നിന്ന് പുറത്തേക്ക് പോയതും അത്രയും സമയം മറച്ചുപിടിച്ച നാണം അവളുടെ മുഖത്തേക്കും വ്യാപിച്ചു. ഇപ്പോൾ എങ്ങനെയുണ്ട്? ഛർദ്ദിച്ച് അവശയായി കിടക്കുന്ന മന്ത്രിയുടെ വയറ്റിൽ മെല്ലെ ഒന്ന് തലോടിക്കൊണ്ട് പാർത്തി ചോദിച്ചു. അവളുടെ ആ കിടപ്പും കോലവും കണ്ടപ്പോൾ അവന് സങ്കടം തോന്നിപ്പോയി. എനിക്ക് കുഴപ്പമൊന്നുമില്ല കണ്ണേട്ടാ, ഇതൊക്കെ ഈ സമയത്ത് എല്ലാവർക്കും വരുന്നതല്ലേ, അവൾ ചിരിയോടെ പറഞ്ഞുവെങ്കിലും അവൻ്റെ മുഖം തെളിഞ്ഞില്ല. അവളുടെ പ്രായവും ആരോഗ്യസ്ഥിതിയും നോക്കാതെ വളരെ വേഗത്തിൽ ഒരു ഗർഭധാരണം വേണമായിരുന്നോ എന്നവൻ ചിന്തിച്ചു. ആഹാരമെല്ലാം സമയത്ത് കഴിക്കണം. നിന്റെ വെയിറ്റ് നന്നായി കുറഞ്ഞു. അവൻ കവളിൽ മെല്ലെ തലോടിക്കൊണ്ട് പറഞ്ഞതും അവളൊന്ന് പുഞ്ചിരിച്ചു. നാളെ ഒരുപാട് സമയം നീ നിൽക്കുകയൊന്നും വേണ്ട. വിവാഹ സമയമാകുമ്പോൾ ക്ഷേത്രത്തിലേക്ക് വന്നാൽ മതി. അവളുടെ അല്പം നീര് വന്ന കാലിലേക്ക് നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. 1 മാസം കൂടി കഴിഞ്ഞാൽ നിനക്ക് ക്ഷേത്രത്തിൽ കയറാൻ പറ്റില്ലല്ലോ.
എന്ന് കരുതിയാണ് വിവാഹം അല്പം കൂടി നേരത്തെ ആക്കിയത്. അല്ലായിരുന്നുവെങ്കിൽ അടുത്ത മാസത്തേക്ക് മുഹൂർത്തമെടുക്കുമായിരുന്നുള്ളൂ. പറഞ്ഞുകൊണ്ട് അവൻ വേഗം എഴുന്നേറ്റ് ഷർട്ടിൻ്റെ ബട്ടൺസ് ഇടാൻ തുടങ്ങി. വിവാഹ തിരക്കുകൾക്കിടയിൽ അവളെ ഒന്ന് കാണാനായി ഓടി വന്നതാണവൻ. അവളുടെ നെറുകിൽ ഒന്നുകൂടി ചുണ്ട് ചേർത്തതിന് ശേഷം അവൻ യാത്ര പറഞ്ഞിറങ്ങുമ്പോൾ അവൾ ചിരിയോടെ കണ്ണ് ചിമ്മിക്കാട്ടി.